ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 90 റിവ്യൂ. അനുമോളെ പ്രപ്പോസ് ചെയ്ത് അനീഷ്. എക്സ്പോസായ അനുമോൾ, എക്സ്പോസായ സാബുമാൻ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ 9 days എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അനീഷ്, എനിക്ക് മാക്സിമം നിൽക്കണത്തോളം നിൽക്കണമെന്ന് അനീഷ് ആദിലയോട്. വെറും തരിശ് ഭൂമിയായി കിടന്ന എൻ്റെ മനസ്സിൽ കുറേയധികം സ്നേഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയെന്ന് അനീഷ്. ആടുന്ന കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന അനീഷും അനുമോളും. എന്നെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് അനീഷ് അനുമോളോട്. ആദ്യം എനിക്കും ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ എല്ലാവർക്കും എനിക്കും അനീഷിനെ ഏറ്റവും ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ്. അനുമോളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനുമോളിന്റെ ഭാവമാറ്റം. ഇവിടെ ക്യാമറയുണ്ട് ചേട്ടാ, മൈക്കുണ്ട്, ബിഗ് ബോസും കേട്ട് കാണും. ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? പ്രാങ്ക് ആണോ? ശരിക്കും പറ, പ്രാങ്ക് അല്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ബിഗ് ബോസ് വിളിച്ചിട്ടില്ല ചേട്ടനെ, പ്രാങ്ക് അല്ലേ ഇത്? ഞാൻ പറഞ്ഞതിനെപ്പറ്റി മറുപടി പറയാൻ അനുമോളിനോട് അനീഷ്. പ്രാങ്കല്ലെന്ന് മനസ്സിലാക്കിയ അനുമോൾ, ചേട്ടാ എൻ്റെ കരിയർ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല, എനിക്കൊന്നും സെറ്റാക്കണം കരിയർ. ഞാൻ വിവാഹത്തെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് പണ്ടൊരു അഫയർ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഓർക്കാറില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ചേട്ടൻ നല്ല ആളായതുകൊണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഉണ്ടാക്കിയ വീട് ചേച്ചിക്കും കൂടി ഉള്ളതാണ്. ഇനി എനിക്കായിട്ടൊരു വീടും കൂടി ഉണ്ടാക്കണം. 2 കൊല്ലമെങ്കിലും ആകും എൻ്റെ കല്യാണത്തിന്. ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന അനീഷ് അയ്യടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന അനുമോൾ. അനീഷിന്റെ പ്രപ്പോസൽ ഒറിജിനലാണോ അതോ ഗെയിമാണോ? ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അനുമോൾ പെട്ടു. കാരണം അനുമോൾ തന്നെയാണ് അനീഷിന് നേരത്തെ തന്നെ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. അനുമോളുടെ സംസാരത്തിൽ നിന്നും ചിരിയിൽ നിന്നുമൊക്കെ പ്രോത്സാഹനം അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് ഇത് ആരോടെങ്കിലും പറയണം. അനീഷിന്റെ പ്രപ്പോസൽ കാരണം ആദിലയുമായിട്ടുള്ള അനുമോളുടെ വഴക്ക് തീർന്നു. ആദിലെ കൈ കാണിച്ച് വിളിക്കുന്ന അനുമോൾ വരാൻ പറയുന്നു. ആദിലെ എന്തിനാണ് വിളിക്കുന്നത്? എന്താണ് കാര്യം? നിന്റെ വഴക്കൊക്കെ മാറിയോ? എടി, അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ശരിക്കും ഇത് പ്രാങ്കാണെന്ന് ആദില. പ്രാങ്ക് ചെയ്യാനുള്ള കഴിവൊന്നും ആ മനുഷ്യനില്ല, ശരിക്കുമാണെന്ന് തോന്നുന്നു എന്ന് അനുമോൾ. എൻ്റെ തെറ്റാണ്, ഞാനും ആ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിന്റെ കുഴപ്പം തന്നെയാണെന്ന് ആദില. നിനക്കിത് തന്നെ വേണം. അടുക്കളയിൽ മൂഡൌട്ടായിട്ട് ഇരിക്കുന്ന അനീഷ്. എന്തു പറ്റി ചേട്ടാന്ന് ആദില. മുറയ ശുശു എന്ന് വിളിക്കുന്ന അനുമോൾ. വരാൻ ആംഗ്യം കാണിച്ചപ്പോൾ ഇവളെന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഇത്രനാൾ ഇവൾക്ക് വഴക്കായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന നൂറ. ഞാനൊന്നും വരില്ല, എനിക്ക് വരാൻ താല്പര്യമില്ല. അനുമോൾ നൂറയുടെ അടുത്ത് വന്ന്, എടി എന്നെ അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്തു. നൂറ അനുമോളെ നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്റെ കുഴപ്പം തന്നെയാണ് എന്ന് നൂറ. ആദിലയും അങ്ങോട്ട് വരുന്നു. അവർ അനുമോളെ കളിയാക്കി സംസാരിക്കുന്നു. അവർ തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങൾ. ഏതായാലും അവർ തമ്മിലുള്ള വഴക്ക് പറഞ്ഞു തീർക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ വഴക്കുകൾ തീർക്കുന്നു. ഏതായാലും അനീഷിന്റെ പ്രപ്പോസൽ കാരണം അവരുടെ വഴക്കുകൾ അവിടെ തീർന്നു. വീണ്ടും പാട്ടാ ഗേൾസ് ഒന്നായി. ഇതിനിടയ്ക്ക് ബാത്റൂമിൽ വെച്ച് ഷാനവാസ് അനുമോളോട്, നിങ്ങൾ തമ്മിൽ വഴക്കുകൾ തീർന്നോ? എന്താണ് സംസാരിക്കാത്തത്? ഞാൻ ഇടപെടണോ? നമുക്ക് സംസാരിക്കാം. ആദിലയുടെയും നൂറയുടെയും കാര്യമാണ് ഷാനവാസ് സംസാരിക്കുന്നത്. അനുമോൾ അനീഷിന്റെ കേസിൽ ഇങ്ങനെ പ്രിങ്ങായിട്ട് നിൽക്കുമ്പോഴാണ് ഷാനവാസിന്റെ കോമഡി ഡയലോഗ്. അനീഷിന്റെ അടുത്ത് വന്ന് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന അനുമോൾ. മൈജി കോണറിൽ പോയിരിക്കാമെന്ന അനുമോൾ. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് പോകുന്ന അനീഷ്. എടി, അനീഷേട്ടൻ പഴയ സ്വഭാവം തുടങ്ങിയിരിക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല എന്ന ആദിലയുടെ അനുമോൾ. വൈകുന്നേരം വീണ്ടും പോയി അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന അനുമോൾ. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന അനീഷ്. അനീഷ് ഏതായാലും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്തിനാണ് അനുമോൾ എപ്പോഴും പുറകെ കടന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്? അവളെ ഏതായാലും എസ് പറഞ്ഞിട്ടില്ല, നോ ശരിക്കും പറഞ്ഞില്ല. എന്നാൽ താല്പര്യമുണ്ട് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അനുമോൾ ശരിക്കും എക്സ്പോസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ശരിക്കും അനീഷിനെ കുരുക്കിച്ചടിച്ചത് അനുമോൾ തന്നെയാണ്. ആശകളും മോഹങ്ങളൊക്കെ കൊടുത്തിട്ടാണ്, ആ പെരുമാറ്റത്തിലൂടെ നൽകിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ബ്രദറിനെ പോലെ എന്ന് അനുമോൾ. പിന്നെ എന്തിനാണ് ഷാനവാസും അതിലേക്ക് കളിയാക്കിയപ്പോൾ വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് പ്രോത്സാഹിപ്പിച്ചത്? അവിടെയുള്ള മിക്കവരോടും ചെന്ന് പറയുകയും ചെയ്തു. ആദില നൂറ ഇപ്പോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് അനുമോൾ. അനീഷിന് എന്ത് പറ്റിയെന്ന് ഷാനവാസ് ആദിലയോട് ചോദിക്കുമ്പോൾ ആദിലയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഷാനവാസ് ചോദിക്കുന്നു, ഇനി വല്ല ലവ് കോമ്പയും സ്റ്റാർട്ട് ചെയ്തോ? അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് അനുമോൾ ഷാനവാസിനോട്. അതാണ് രാവിലെയായിട്ട് വലിയ മുണ്ടാട്ടമൊന്നും ഇല്ലാതിരുന്നതെന്ന് ഷാനവാസ്. ഏതായാലും അനുമോൾക്കും അതിൽ പങ്കുണ്ടെന്ന് ഷാനവാസ്. ഈ വീക്കിൽ ഏതായാലും ക്യാപ്റ്റനില്ല. മികച്ച പെർഫോമൻസ് നൽകിയ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് നെവിനെയാണ്. നെവിന് ഒരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കുമെന്ന് ബിഗ് ബോസ്. ഈ ബിഗ് ബോസിലെ ലാസ്റ്റ് ജയിൽ നോമിനേഷൻ വന്നത് നൂറയും സാബുമാനുമാണ്. സാബുമാൻ ശരിക്കും എക്സ്പോസ് ആയിപ്പോയി. നാരദം കളിയാണ് സാബുമാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും. സാബുമാന്റെ ഒരു മുട്ട കാണാതായപ്പോൾ ആ മുട്ട എടുത്തവൻ നശിച്ചു പോകട്ടെ, മുടിഞ്ഞു പോകട്ടെ എന്ന് പറയുന്ന സാബുമാൻ. കപ്പൊന്നും കിട്ടാതെ അയാൾ പുറത്തു പോകട്ടെ എന്ന് സാബുമാൻ. ഞാനും നേരത്തെയൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ പുറത്തു പോവോ, ഞാൻ നശിച്ചു പോവോ എന്ന് ചോദിക്കുന്ന അക്ബർ. നേരത്തെ ആളല്ലേ ഇപ്പോഴത്തെ ആളൊക്കെയാണ് പ്രശ്നമെന്ന് സാബുമാൻ. അക്ബറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന അനുമോൾ. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന ആളായിട്ടും ഞാൻ കുളിക്കില്ല, പല്ല് തേക്കില്ല എന്നൊക്കെ നീ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ പുറകെ നിന്ന് തള്ളിയെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതെന്നെ ശരിക്കും ആരിനാണ് തള്ളിയതെന്ന് അക്ബർ. ഇതിലൂടെ അക്ബർ എല്ലാവർക്കും ഞാനൊരു വില്ലൻ കഥാപാത്രമായിരുന്നു എന്നും അതുകൊണ്ട് നായകനൊപ്പം ഞാനും വില്ലനായ എനിക്ക് ഫൈനൽ 5 എത്തുമെന്ന് ഉറപ്പുണ്ടെന്ന് അക്ബർ. അവസാനത്തെ ജയിൽവാസം ആഘോഷിക്കുന്നു എല്ലാവരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യാമോ?